ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്കൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകുന്നത് വരെ കുറച്ച് ചൂടായിട്ട് നമ്മൾ കടുകും പെരിഞ്ചീരകവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം. എല്ലാം ഇട്ടിട്ടുണ്ട്. അതിനൊന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനൊരു 3 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മല്ലിയില. അപ്പോൾ ഇത് നമ്മൾ കടുവൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കണം. സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് വഴണ്ട് വരും. നമ്മൾ സവാള നല്ലതുപോലെ വശക്കി കൊടുക്കണം. നല്ല അതിൻ്റെ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വശക്കി അതൊരു സവാള ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വശക്കി കൊടുക്കണം. ഇനി ഞാൻ മുട്ടക്കറിക്ക് എടുത്തിട്ടുള്ള മസാല പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുട്ടക്കറിക്കുള്ള മസാലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയുമാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സവാള ഒന്ന് വഴണ്ട് വന്ന ശേഷം വഴണ്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമ്മളതിനിങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. നല്ല ഒന്ന് വരട്ടി ഒന്ന് എടുക്കുമ്പോൾ ആ മുളക് പൊടിയിലേക്ക് ഒന്ന് മസാലയുടെയൊക്കെ ഒന്ന് പച്ച മണം ഒന്ന് മാറിക്കിട്ടും. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളിക്കും കൂടെ അതിലോട്ടിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി വഴറ്റി എടുക്കണം. തക്കാളിക്കൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കറി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. വെള്ളമൊക്കെ നല്ലപോലെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഈ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിളച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഈ കറിയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കണം. നമ്മളെ കറി ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് എടുത്തിടണം. എല്ലാം ഇട്ടിട്ട് മുട്ടയെല്ലാം പറക്കിയിട്ട ശേഷം ഒന്ന് മസാല ഇങ്ങനെ വെച്ചിട്ട് മസാലയ്ക്കകത്തൊന്ന് ഇളക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില അവിടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അങ്ങ് ഇളക്കി അടച്ച് വെച്ച് ആവശ്യത്തിന് കുറുക്കി ഗ്രേവി എത്രയാണ് നമുക്ക് ആവശ്യം അത്രയും
എനിക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടക്കറിയാണ്. അതിനുള്ള മുട്ടക്കറിയാണ് ഞാൻ വയ്ക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം എല്ലാവരും. ഓക്കെ, ബൈ, ടാറ്റാ.